അയ്യോ തള്ളെ, പറ്റാത്ത പണി ചെയ്യാതിരുന്നു കൂടെ? എനിക്ക് വയ്യ ഇങ്ങനെ 3 നേരവും വെച്ച് ഊട്ടും. എന്നെ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയണോ? അബദ്ധം പറ്റിയതല്ലേ? അല്ലല്ലോ, ഇങ്ങനെ സംഭവിച്ചു പോയതല്ലേ, സാറില്ല. അതെ, നിങ്ങളുടെ അച്ഛനും അമ്മയും കൊണ്ട് ഞാൻ തോറ്റു. കണ്ണും കാണില്ല, അടുക്കളയിൽ അതും ഇതും തട്ടിയിടും. എനിക്ക് പറ്റില്ല നോക്കാൻ. എത്രയെന്ന് വെച്ചാ നോക്ക, ഒരു സ്ഥലത്ത് ഇറങ്ങാനും പറ്റില്ല. 100 കാര്യങ്ങളാ ചെയ്യാൻ. മതിയായി. എനിക്ക് പറ്റില്ല. 3 നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം. എത്ര കാലം വെച്ചിട്ടാ? നിങ്ങൾക്ക് പറ്റിയെങ്കിൽ അവിടെ കൊണ്ടാക്കും, ആ അഗതി മന്ദിരത്തില്. എത്ര പ്രാവശ്യം ഞാൻ പറയുന്നു, കേക്കണ്ടേ? എന്റെ ക്ലബിലെ ആ സാറാമ്മയൊക്കെ അവരുടെ അമ്മയെ അവിടെ കൊണ്ടാക്കി. ഇപ്പൊ ഫുൾ ഫ്രീ, അതറിയോ നിങ്ങൾക്ക്? അവള് സുഖിക്കുക. ഇതൊക്കെ പറഞ്ഞാ കേക്കണ്ടേ? ഒക്കെ എന്റെ വിധിയാ. എന്താ പറ്റി? എന്താ പറ്റി? ഒന്നുമില്ല. ഒരു കാലത്ത് പ്രതാപത്തിൽ കഴിഞ്ഞ വേലായുധൻ മാഷും ഭാര്യയും സൊസൈറ്റി ജീവിതം നയിക്കുന്ന മകന്റെ ഭാര്യയുടെ വരവോടുകൂടി എല്ലാ ആഗ്രഹങ്ങളും ഒതുക്കി കഴിയുന്നു. എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ, വർഷങ്ങൾ കഴിഞ്ഞു പുറം ലോകം കണ്ടിട്ട് അവസാനം രണ്ടും കൽപ്പിച്ച് അവൾ ഒരു തീരുമാനത്തിലെത്തി. അതെ, എണീക്കൂ, നമുക്ക് പോവല്ലേ? ഞാൻ പറഞ്ഞില്ലേ രാത്രി അവിടേക്കൊന്ന് പോയിട്ട് ഞാൻ രമേശനോട് പറയാം ഒന്ന് കൊണ്ടുപോവാൻ. എന്താ, ഞാൻ അവനെ വിളിക്കാട്ടോ. രമേശ, രമേശോ, രമേശ. എന്താ? അതെ, ചിന്നക്കൊന്ന് പുറത്തേക്കൊന്ന് പോകുന്നുണ്ട്. കുറെ കാലായി ഒന്ന് പോയിട്ട്, ഒന്ന് ചുറ്റും പുറലോന്ന് കാണണം. അതൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ നിനക്ക്? ശരി, അവള് അറിയണ്ട, റെഡി ആവുക. മോനെ, ഇവിടെ ഒന്നും നിർത്തോ? എനിക്ക് കടലൊക്കെ കാണാൻ, ഒന്നും പോയി കാണാനൊരു മോഹം. ശരി അച്ഛാ.
എന്നാ ശരി അച്ഛാ, നമുക്ക് പോകാല്ലേ? ശരി, പോകാം. പിന്നെ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു സ്നേഹിതന്റെ വീടുണ്ട്, ഒന്ന് അവിടേക്ക് ഉണ്ടാക്കട്ടെ. ഓക്കെ അച്ഛാ, ശരി. കേട്ടോ, ഇവിടെയാണ് എൻ്റെ സ്നേഹിതന്റെ വീട്. ഇതോ? ആ, അതെ. അല്ല, ഇതെന്താ വേലായുധം ചേട്ടനാ? എന്താ പതിവില്ലാതെ രണ്ടുപേരും കൂടി? ഒന്നുമില്ലടോ, കുറെ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട്. ഇനി ഞങ്ങൾ ഇവിടെ തന്നെ കഴിയാൻ തീരുമാനിച്ചു. അച്ഛാ, അതെ മോനെ, ഇനി ഞാനും അമ്മയും ഇവിടെ താമസിക്കുകയാണ്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അമ്മേ, അതെ മോനെ, ഇനി ഞങ്ങൾ ഇവിടെ താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ കേട്ടു. അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, നിനക്ക് കുടുംബത്തിനും സന്തോഷവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അമ്മേ, അച്ഛാ, ഇത് വേണ്ടായിരുന്നു. രമേശ, നിനക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഇനിയെങ്കിലും ആ സത്യം നീ അറിയണം. എല്ലാരിൽ നിന്നും വേലായുധേട്ടൻ മറച്ചു വെച്ച ആ സത്യം നിന്നെ പഠിപ്പിച്ച് വളർത്തി വലിയ ആളാക്കി ഈ നിലയിലെത്തിച്ച് നീ അച്ഛനും അമ്മയും എന്ന് വിളിച്ചവർ നിന്റെ യഥാർത്ഥ മാതാപിതാക്കളല്ല. അപ്പൊ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിന്റെ പരിസരത്ത് ആരാലോ ഉപേക്ഷിക്കപ്പെട്ട ഒരു കൈക്കുഞ്ഞിനെ സ്വന്തം മക്കളില്ലാതെ വേദനിച്ചിരുന്നവർ സ്വന്തം കുഞ്ഞായി എടുത്തു വളർത്തി. ഇന്ന് അവർ ഈ തീരുമാനം എടുത്തെങ്കിൽ തക്കതായ എന്തോ ഉണ്ടാവും. എല്ലാം കലിയുഗത്തിന്റെ പോക്ക്, അല്ലാതെ എന്ത് പറയാൻ. മോനെ, ടിഫിൻ ബോക്സ് എടുത്തില്ലേ? രമേശാ, മോനെ, വാട്ടർ ബോട്ടിൽ എടുത്തില്ല നീ? ഓ എടാ, ഞാൻ പൈസ വയ്ക്കാം. അച്ഛാ, എനിക്ക് 2000 രൂപ വേണം. ഞാൻ പറഞ്ഞില്ല അന്ന് എക്സ്കർഷന് പോകേണ്ട കാര്യം. ഒന്ന് വേഗച്ചാ, സമയമില്ല. അമ്മേ, ബൈ. ഓക്കെ. അച്ഛാ, അമ്മേ, എന്റെ കൂടെ വേണം. ഇതിന്റെ അഭ്യർത്ഥനയാണ്. എനിക്ക് പറ്റില്ല നിങ്ങളില്ലാതെ. ഞാൻ ചെയ്തതിന് വലിയ മാപ്പ്. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുന്ന രമേശൻ നാളെ നിങ്ങളായിരിക്കാം. മാതാപിതാക്കളുടെയും ഭാര്യയുടെയും ഇടയിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു പാവമായി പോയി അയാൾ. ഇതുപോലെ ഇനി എന്തൊക്കെ പുതുതലമുറ കാണാൻ കിടക്കുന്നു. ഈ കഥ ഇവിടെ തീരുന്നില്ല. ഇതൊരു തുടക്കം മാത്രം. ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും. കാത്തിരിക്കാം ഒരു തിരിച്ചറിവിനായി.